ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ നെയ്ച്ചോറ്, അതിൻ്റെ കൂടെ ബീഫ് കറി. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഓയില്, നെയ്യ്, അതല്ല ഗ്രീൻ ചില്ലി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചില്ലി പൗഡർ, അതുപോലെ ടർമറിക് പൗഡർ, ഉപ്പ്, ലേശം പഞ്ചസാര, പിന്നെന്താ കറുകപ്പട്ട, ഏലം, കറിയാമ്പൂ, തക്കാളി, അങ്ങനെ കുറച്ച് ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. പിന്നെ നെയ്ച്ചോറുണ്ടാക്കാനുള്ള സ്പെഷ്യൽ അരി, അതുപോലെ ബീഫ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം വേണം. അപ്പോൾ ആദ്യമേ നമ്മൾ കുറച്ച് ഓയിലിൽ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തു. അതിന് ശേഷം നമ്മൾ ഉണക്കമുന്തിരി വറുത്തെടുത്തു. അതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവാള സ്ലൈസ് ചെയ്തിട്ടായിരുന്നു. അതിൻ്റെ കൂടെ ലേശം ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയോടും ചേർത്തിട്ട് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുന്നു. നമ്മൾ പഞ്ചസാരയും ഉപ്പും ചേർക്കുന്നത് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് കാഷ്യൂനട്ടും വറുത്ത സവാളയും പിന്നെ ലേശം മല്ലിയില എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇത് അരച്ചെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതുകൂടി ചേർത്ത് വേണം നമ്മൾ അരച്ചെടുക്കാൻ. അത് കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്വല്പം മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ കറി വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ ആവശ്യമായ ഓയിൽ ചേർത്തു. അതിന് ശേഷം നമ്മൾ ഇടിച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് ഇടിച്ച് വെച്ചത് നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ട് വാടിയതിന് ശേഷം നമ്മൾ ആവശ്യമായ സവാള, കറിയിലേക്ക് ആവശ്യമായ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. എന്ന് ശരിക്കും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഞാൻ 2 കിലോ ബീഫാണ് കറി വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇച്ചിരി എല്ലോട് കൂടിയ പീസുകളാണ്, എന്നാലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി 3 ടീസ്പൂൺ, ചെറുതായിട്ട് മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിപ്പൊടിയുടെ കൂടെ നമ്മൾ കറി മസാല കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ 2 സ്പൂണിനടുത്ത് നമുക്ക് ഗരം മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഒരു ചിക്കൻ ക്യൂബ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കറിക്കൊരു കൊഴുപ്പിനും ടേസ്റ്റിനും നല്ലതാണ്. ഉപ്പ് പ്രത്യേകം ഇടേണ്ടതാണ്. ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കണം. ഇനിയും അത് ആ മസാലയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കശുവണ്ടി പരിപ്പ്, അതുപോലെ മല്ലിയില, വറുത്ത സവാള അതുകൂടി അരച്ച് വെച്ച അരപ്പാണ് ഇനിയിപ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അത് ആ ജാറോടെ ഒന്ന് ചെറുതായിട്ട് കഴുകി ആ വെള്ളം കൊണ്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജാറ് കഴുകി അരപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഴുകി വച്ചിരുന്ന ബീഫ് ഞാൻ കറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ തക്കാളി നമുക്കൊന്ന് മുകളിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ തക്കാളിയുടെ കുരു കളയുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂത്രത്തിക്കല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയൊരു പ്രശ്നമാണ് തക്കാളിയുടെ സീഡ്സ്. ഇതാണ് അരി, ജീരകസാല ആ അരിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇത് പരിപ്പ് നമുക്കൊരു സൈഡ് കറിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പരിപ്പ് വെള്ളത്തിലിട്ടിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നെയ്ച്ചോറിന് ആവശ്യമായ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിലേക്കാണ് നമ്മൾ എടുത്തു വച്ചിരുന്ന ഗരം മസാല ചേർത്തത്. അതായത് കറുകപ്പട്ട, കറിയാമ്പൂ, ഏലക്ക, ഈ 3 ഐറ്റമാണ് ചേർത്തത്. കൂടെ നമ്മൾ ഒരു ലേശം വറുത്ത് വെച്ച സവാള ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് കളർ ചേഞ്ച് ആകുന്നവരെ, അത് റെഡ്നെസ് വരുന്നവരെ നമുക്കതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വച്ചിരിക്കുന്ന അരി, നെയ്ച്ചോറിന് ആവശ്യമായ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് നമ്മളൊരു 5 മിനിറ്റ് ആ അരി ഇതിൻ്റെ കൂടെ നിന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെന്ത് വരുമ്പോൾ അങ്ങനെ ചെയ്യുന്ന നമ്മൾ ചോറ് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരിക്ക് നല്ല ഉറപ്പിട്ട്. അപ്പോൾ അരി വെള്ളം നന്നായിട്ട് ഊർന്നിട്ടുണ്ട്. അപ്പോൾ അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരി നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയ അരിയാണ്, ചെറിയ അരി. കൈമ റൈസ് ഇല്ലേ, അതുപോലത്തെ അരിയാണ്. കൈമ റൈസ് തന്നെയാണ്, പല കമ്പനിയായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടി നമ്മളൊന്ന് വെള്ളം ശരിക്കും പോയിട്ടുണ്ടായില്ല, ഒന്നുകൂടി ഒന്ന് ഊറ്റിയിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ വെള്ളം സെപ്പറേറ്റ് തിളപ്പിച്ച് വെച്ചായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആ തോതിലാണ്. കാരണം നമ്മൾ ഇത് ഊറ്റിക്കളയുന്നില്ല, ഇത് അരിയിൽ വെള്ളം പറ്റിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ നെയ്ച്ചോറ് വയ്ക്കുന്നത്. നമ്മൾ ഊറ്റിക്കളഞ്ഞാൽ അതിലുള്ള നെയ്യും അതിൻ്റെ സത്തൊക്കെ പോകും. അതുകൊണ്ട് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് വെള്ളം എടുത്തിട്ട് അരിക്ക് വേവിന് ആവശ്യമായ വെള്ളം മാത്രം നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കാതെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം.
ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ട്, അധികം വെള്ളമൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഒരു കഷ്ണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ആരും വായിൽ വെള്ളം ഊറരുത്. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല സൂപ്പർ കറിയാണ്. ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് അടുത്ത ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് പരിപ്പ് കറിയാണ്. പരിപ്പ് കറിയിലേക്ക് ആവശ്യമായ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് നമ്മൾ ആദ്യം കടുക് പൊട്ടിക്കണം. ആവശ്യമായ കടുക് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്കമുളക്, സവാള ചെറുത്, അപ്പോൾ കറിവേപ്പില, ഇത്രയും പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ പരിപ്പിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോറ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി, അതുപോലെ കശുവണ്ടി, ആവശ്യത്തിന് നെയ്യ്, വറുത്ത് വെച്ചിരിക്കുന്ന സവോള, അതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഭദ്രമായിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? കാണാൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നണം. ഞാൻ കഴിച്ചിട്ട് പിന്നെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപ്പ് കറിക്ക് ആവശ്യമായ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ചൂടോട് കൂടി വേണം നമ്മൾ കഴിക്കാനായിട്ട്. നല്ലതാണ്, അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നെ ലാസ്റ്റ് കുറച്ച് പപ്പടം കൂടെ അങ്ങോട്ട് വറുത്തളയാന്ന് കരുതി. അങ്ങനെ പപ്പടം വറുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പപ്പടം നല്ല പപ്പടം, നല്ല ടേസ്റ്റുള്ള പപ്പടം, വലിയ പപ്പടമാണ്. എണ്ണയിൽ ഇട്ട പാടെ തന്നെ നന്നായിട്ട് മരിഞ്ഞ് വരുന്നുണ്ട്. ഞാനിവിടെ ഓൾമോസ്റ്റ് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇവിടെ കറി വയ്ക്കാനും അതിനൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിടുന്ന പല വീഡിയോകളിലും ഇരുമ്പിൻ്റെ ചട്ടിയായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്.